ഇസ്രയേൽ പാലസ്തീൻ സംഘർഷത്തിന്റെ ഏറ്റവും ഭീകരമായ അധ്യായമാണ് നിലവിൽ ഗാസയിൽ അരങ്ങേറുന്നത്. 7 പതിറ്റാണ്ടുകളിലേറെയായി തുടരുന്ന ഈ സംഘർഷം 2023 ഒക്ടോബർ 7-ന് ഹമാസ് ഇസ്രയേലിന് നേരെ നടത്തിയ അപ്രതീക്ഷിത ആക്രമണത്തോടെയാണ് രൂക്ഷമായത്. ഈ ആക്രമണത്തിൽ നൂറുകണക്കിന് ഇസ്രയേലികൾ കൊല്ലപ്പെടുകയും നിരവധി പേർ ബന്ദികളാക്കപ്പെടുകയും ചെയ്തു. ഇതിന് മറുപടിയായി ഇസ്രയേൽ ഗാസയിൽ വ്യോമാക്രമണവും പിന്നീട് കരയാക്രമണവും ആരംഭിച്ചു. ഹമാസിനെ ഇല്ലാതാക്കുക, ബന്ദികളെ മോചിപ്പിക്കുക എന്നിവയായിരുന്നു ഇസ്രയേലിന്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളെന്നത്. തുടർന്ന് നടന്ന കനത്ത പോരാട്ടത്തിൽ ആയിരക്കണക്കിന് പലസ്തീനികൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു. ഗാസയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ, ആശുപത്രികൾ, സ്കൂളുകൾ, വൈദ്യുതി, ജലവിതരണ സംവിധാനങ്ങൾ എന്നിവ പൂർണ്ണമായും തകർന്നു. ജനജീവിതം ദുരിതത്തിലായി. ഭക്ഷണം, വെള്ളം, വൈദ്യസഹായം എന്നിവയുടെ ലഭ്യത കുറഞ്ഞതോടെ ഗാസ ഒരു ഗുരുതരമായ മാനസിക പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണിപ്പോൾ. ലോകമെമ്പാടും ഈ യുദ്ധത്തിനെതിരെ പ്രതിഷേധങ്ങൾ ഉയരുമ്പോഴും വെടിനിർത്തലിനായുള്ള നയതന്ത്ര ശ്രമങ്ങൾ പലപ്പോഴും പരാജയപ്പെടുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഭക്ഷണത്തിനായി ക്യൂ നിന്ന സാധാരണക്കാർക്ക് നേരെ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ ഡസൻ കണക്കിന് പേർ കൊല്ലപ്പെട്ടത് ക്രൂരതയുടെ ഭയാനകമായ മുഖമാണ്. ഗാസയിലെ ജനങ്ങൾ കൊടിയ പട്ടിണിയിലേക്ക് വഴുതി വീഴുകയാണ്. സഹായ ഏജൻസികൾക്ക് ആവശ്യമായ സഹായങ്ങൾ എത്തിക്കാൻ കഴിയുന്നില്ല. പട്ടിണി മൂലം മരിച്ച കുട്ടികളുടെ എണ്ണം 159 ഉയർന്നതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഈ കണക്കുകൾ ഗാസയുടെ നിലവിലെ സ്ഥിതി അതീവ ഗുരുതരമെന്ന് വിളിച്ചോതുന്നതാണ്. യുദ്ധം അവസാനിപ്പിക്കാനും സമാധാനം സ്ഥാപിക്കാനുമുള്ള ശ്രമങ്ങൾ പലപ്പോഴും വെടിനിർത്തൽ ചർച്ചകളിൽ തട്ടി വഴിമുട്ടുകയാണ്. ഹമാസ് കീഴടങ്ങുകയും ബന്ദികളെ മോചിപ്പിക്കുകയും ചെയ്താൽ മാത്രമേ സമാധാനം ഉണ്ടാകൂ എന്ന നിലപാടിലാണ് അമേരിക്കൻ പ്രസിഡന്റായിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് ഉള്ളത്. ഈ നിലപാട് വെടിനിർത്തൽ ചർച്ചകളെ കൂടുതൽ സങ്കീർണമാക്കുന്നു. ഇരുപക്ഷവും പരസ്പരം ആവശ്യങ്ങൾ നിരസിക്കുന്നതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് പ്രധാന കാരണം. അമേരിക്കൻ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് കൂടുതൽ ചർച്ചകൾക്കായി ജെറുസലേമിൽ എത്തിയിട്ടുണ്ടെങ്കിലും ഈ കടുപ്പിടുത്ത നിലപാടുകൾ പരിഹാരം കാണുന്നതിന് തടസ്സമാവുകയാണ്. ഇസ്രയേലിന്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിനൊപ്പം പലസ്തീൻ ജനതയുടെ അവകാശങ്ങളെയും പരിഗണിക്കാതെ ഒരു ശാശ്വത സമാധാനം സാധ്യമല്ലെന്ന് നയതന്ത്ര വിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നു. ഹമാസിന്റെ നിലനിൽപ്പും ബന്ദികളുടെ മോചനവും തമ്മിലുള്ള ബന്ധം സമാധാന ചർച്ചകളെ പലപ്പോഴും ഒരു കെട്ടുറപ്പില്ലാത്ത അവസ്ഥയിൽ എത്തിക്കുന്നുമുണ്ട്. ഗാസയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ ന്യൂയോർക്കിൽ ഐക്യരാഷ്ട്രസഭയുടെ ആഭിമുഖ്യത്തിൽ നടന്ന ഉന്നതതല സമ്മേളനം ഒരു പുതിയ സാധ്യതയാണ് തുറക്കുന്നത്. അറബ് ലീഗും യൂറോപ്യൻ യൂണിയനും ഉൾപ്പെടെ 17 രാജ്യങ്ങൾ ചേർന്നുള്ള ന്യൂയോർക്ക് പ്രഖ്യാപനം എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ സംരംഭം ദ്വിരാഷ്ട്ര പരിഹാരം എന്ന ആശയത്തിന് ഊന്നൽ നൽകിയിരിക്കുകയാണ്. സൗദി അറേബ്യ, ഖത്തർ, ഈജിപ്ത്, ജോർദാൻ എന്നീ രാജ്യങ്ങൾ ഒപ്പിട്ട ഈ പ്രഖ്യാപനം ഹമാസിന്റെ നിരായുധീകരണവും പിരിച്ചുവിടലും ഒരു സമാധാന കരാറുമായി ബന്ധിപ്പിക്കുന്നുമുണ്ട്. 2023 ഒക്ടോബർ 7-ന് ഹമാസ് നടത്തിയ ആക്രമണത്തെ ഈ പ്രഖ്യാപനം അപലപിക്കുന്നു എന്നതും ശ്രദ്ധേയമാണ്. ഇത്തരമൊരു നിലപാട് അറബ് ലീഗ് എടുക്കുന്നത് ഇതാദ്യമായിട്ടാണ്. ഇത് പ്രശ്നത്തിന്റെ സങ്കീർണതയും അതിൽ അറബ് രാജ്യങ്ങൾക്കുള്ള വർദ്ധിച്ചു വരുന്ന ആശങ്കയും വ്യക്തമാക്കുന്നു. പലസ്തീനികളുടെ പലായനം അവസാനിപ്പിക്കാനും ഗാസയുടെ പുനർനിർമ്മാണത്തിന് ഒരു രൂപരേഖ തയ്യാറാക്കാനും ഈ പ്രഖ്യാപനം ലക്ഷ്യമിടുന്നുണ്ട്. ലോകരാജ്യങ്ങൾക്കിടയിലും ആഗോള മനുഷ്യ സമൂഹത്തിന്റെ മനസാക്ഷിക്ക് മുന്നിലും ഇസ്രയേൽ ഒറ്റപ്പെടുമെന്ന സൂചനയാണിതെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ഇത് ഇസ്രയേലിന് മേൽ അന്താരാഷ്ട്ര തലത്തിൽ സമ്മർദ്ദം വർദ്ധിപ്പിക്കാൻ സഹായിക്കും. ഫ്രാൻസ്, UK, കാനഡ തുടങ്ങിയ രാജ്യങ്ങൾ പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുമെന്ന പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇത് പ്രശ്നപരിഹാരത്തിന് കൂടുതൽ സമ്മർദ്ദം ചെലുത്തുമെന്നും പ്രതീക്ഷിക്കാം. എന്നാൽ ഈ പ്രഖ്യാപനങ്ങളിൽ ചില നിബന്ധനകൾ ഒളിഞ്ഞിരിപ്പുണ്ട് എന്നതും ശ്രദ്ധേയമാണ്. ഫ്രാൻസ് പ്രസിഡന്റ് മാക്രോൺ ഒരു സൈനികരഹിത പലസ്തീൻ രാഷ്ട്രത്തെയാണ് വിഭാവനം ചെയ്യുന്നത്. ഇത് പലസ്തീൻ ജനതയുടെ സ്വയം പ്രതിരോധത്തിനുള്ള അവകാശത്തെ നിഷേധിക്കുന്നുവെന്ന് വിമർശിക്കപ്പെടുന്നുണ്ട്. ഒരു പരമാധികാര രാഷ്ട്രത്തിന് സ്വന്തം സുരക്ഷ ഉറപ്പാക്കാനുള്ള അവകാശം നിർണായകമാണ്. ബ്രിട്ടൻ പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനം ഒരു ഭീഷണിയിലാണെന്ന് പലരും കരുതുന്നുമുണ്ട്. ഇസ്രയേൽ വെടിനിർത്തലിന് തയ്യാറാകാത്ത പക്ഷം ബ്രിട്ടൻ പലസ്തീനെ അംഗീകരിക്കുമെന്നാണ് പ്രഖ്യാപനം. ഇത് പലസ്തീന്റെ അവകാശത്തെ ഒരു വിലപേശൽ കാർഡായി മാറ്റുന്നുവെന്നാണ് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നത്. പലസ്തീൻ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കപ്പെടേണ്ടത് ഒരു രാജ്യത്തിന്റെ ഔദാര്യമല്ലെന്നും അത് അവരുടെ അടിസ്ഥാനപരമായ അവകാശമാണെന്നും അവർ വാദിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ പുതിയ നയതന്ത്ര നീക്കങ്ങൾ വിജയിക്കുമോ എന്ന കാര്യത്തിൽ പല വിദഗ്ധർക്കും സംശയമുണ്ട്. അമേരിക്കയുടെ പൂർണ്ണ പിന്തുണയില്ലാതെ ഒരു സമാധാന പദ്ധതിയും വിജയിക്കില്ലെന്ന് അഭിപ്രായപ്പെടുന്നവരുമുണ്ട്. എങ്കിലും ഇസ്രയേലിൽ പൊതുജനാഭിപ്രായം നെതന്യാഹുവിനും അദ്ദേഹത്തിന്റെ നയങ്ങൾക്കെതിരെ തിരിയുന്നുണ്ടെന്നാണ് പലരും വ്യക്തമാക്കുന്നത്. യുദ്ധം വിജയിക്കാനാവാത്ത പോരാട്ടമായി മാറിയെന്ന് ഇസ്രയേൽ സൈനിക വൃത്തങ്ങളിൽ പോലും അഭിപ്രായം ഉയരുകയും ചെയ്യുന്നുണ്ട്. ഈ ഘടകങ്ങളെല്ലാം പുതിയ സമാധാന ചർച്ചകൾക്കാണ് സാധ്യതകൾ നൽകുന്നത്. വെടിനിർത്തൽ, ബന്ദികളുടെ മോചനം, മാനുഷിക സഹായം എത്തിക്കൽ എന്നിവയാണ് അടിയന്തരമായി നടപ്പാക്കേണ്ട കാര്യങ്ങളും. ദീർഘകാല സമാധാനത്തിനായി ദ്വിരാഷ്ട്ര പരിഹാരത്തിൽ അധിഷ്ഠിതമായൊരു സമഗ്ര നയതന്ത്ര സമീപനവും ആവശ്യമാണ്. പലസ്തീനികൾക്ക് സ്വതന്ത്രവും പരമാധികാരമുള്ളതുമായൊരു രാഷ്ട്രം ഇസ്രയേലിന് സുരക്ഷിതമായി നിലനിൽക്കാനുള്ള അവകാശം
എന്നിവ പരസ്പരം അംഗീകരിക്കുന്ന ഒരു പരിഹാരത്തിലേക്ക് എത്താൻ കഴിയുമോ എന്നതാണ് ഏറ്റവും വലിയ വെല്ലുവിളിയും. ഹമാസിനെയും ഇസ്രയേലിനെയും ഒരുമിച്ച് കൊണ്ടുവരിക എന്നത് എളുപ്പമല്ലെങ്കിലും അന്താരാഷ്ട്ര സമൂഹത്തിന് നിരന്തരമായ സമ്മർദ്ദവും നയതന്ത്ര ഇടപെടലുകളും ഈ ദിശയിൽ നിർണായകമാണ്. ഗാസയിലെ ദുരിതങ്ങൾക്ക് ഒരു അറുതി വരുത്താൻ ലോക മനസാക്ഷി ഇനിയെങ്കിലും ഉണർന്ന് പ്രവർത്തിക്കുകയും വേണം.